ലോറി അപകടത്തിന് തൊട്ടു മുൻപ് അർജുനെ ഷിരൂരിൽ കണ്ടെന്ന സുഹൃത്തുക്കളായ ലോറി ഡ്രൈവർമാർ മണ്ണിടിഞ്ഞ സ്ഥലത്ത് റോഡരികിൽ നിർത്തി അർജുൻ ഉറങ്ങുകയായിരുന്നുവെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. മരത്തടികളുമായി അർജുൻ കേരളത്തിലേക്ക് പുറപ്പെടും മുൻപുള്ള ലോറിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. അപകടത്തിൽപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയുടെ എതിർവശത്താണ് അർജുന്റെ ലോറി അവസാനമായി കണ്ടത്. ദേശീയപാതയോരത്ത് നിർത്തി ക്യാബിനകത്ത് കിടന്നുറങ്ങുന്ന അർജുനെ അതുവഴി വന്ന മറ്റൊരു ലോറിയിലെ ഡ്രൈവർ സവാദ് കാണുന്നത് പുലർച്ചെ 5 മണിക്ക്. ആ സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സിംഗിൾ റോഡ് കഴിഞ്ഞില്ലേ, ആ സിംഗിൾ റോഡ് കഴിഞ്ഞപ്പോൾ ഡബിൾ റോഡ് കിട്ടുന്നില്ലേ, അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഒരു 5:30 മണിയാവും അങ്കോളാണ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. ഞാൻ പോകുമ്പോൾ ഇതൊന്നും ഇടിക്കലൊന്നുമില്ല, മഴ മാത്രം. പ്രത്യേകത ഞാൻ വിളിച്ചവനെ മഴ വരുന്നുണ്ട്, വിളിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ലോക്ക് ചെയ്തിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് 8 മണിക്കും അർജുന്റെ ലോറി കണ്ടവരുണ്ട്. അതുവഴി പോയ ബിനീഷ് എന്ന ലോറി ഡ്രൈവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ചായക്കടയ്ക്ക് മുന്നിൽ അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, അതിന്റെ സൈഡിലായിട്ടായിട്ടത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വണ്ടി കിടന്നിരുന്നത്, അർജുന്റെ വണ്ടി കിടന്നിരുന്നത്. വണ്ടി ഗ്ലാസ് കയറ്റിയിട്ടിരിക്കുകയായിരുന്നു, വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്ന ഏകദേശം ഒരു 8 മണിക്ക് ശേഷം, 8:10 ആയിരുന്നു. ബെൽഗാമിൽ നിന്ന് തടി കയറ്റി പുറപ്പെടും മുൻപ് അർജുൻ ലോറിയുടെ ചിത്രങ്ങൾ സുഹൃത്തായ സമീറിന് അയച്ചു നൽകിയിരുന്നു. അപകട ദിവസം പുലർച്ചെ 3:30 വരെ അർജുൻ സമീറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഉറങ്ങാനായി ഷിരൂരിൽ ലോറി നിർത്തിയത്. 2 മണി മുതൽ ഒരു 3 മണി വരെ 3-3:15 വരെയാണ് സംസാരിച്ചതാണ്. എന്തായാലും സാധ്യത ഉണ്ട്. വണ്ടി ഒരിക്കലും പുഴയിലേക്ക് പോകാൻ ഒരു തരത്തിലും ചെയ്യത്തില്ല. പുഴയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ മരം ഇതുവരെ തെരച്ചിൽ ഒരു കഷ്ണം മരെങ്കിലും നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ അത് എന്തായാലും അത്രയും അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരം അതിൽ വണ്ടിയിൽ എന്തെങ്കിലും തുമ്പ് ഇതുവരെ കിട്ടേണ്ടതാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ റോഡിൽ നിന്നോ പുഴയിൽ നിന്നോ ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.